പലപ്പോഴും കേരളത്തിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിന്റെ ഒരു വോട്ടേഴ്സിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ കൃത്യമായിട്ടുള്ള ചില ഇൻസിഡൻസ് അത് കൃത്യമായിട്ട് തന്നെ പൊതുസമൂഹത്തിൽ ഇഞ്ചെക്ട് ചെയ്യപ്പെടും. നമുക്കറിയാം ഈ സോളാർ വിവാദം, അതിനു മുമ്പ് ഈ ഐസ്ക്രീം പാർലർ കേസ്, കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തങ്കമണി കേസ്, ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഈ പല വിവാദങ്ങളും ASR കേസ് പോലുള്ള പല വിവാദങ്ങൾ. അപ്പോൾ ജനങ്ങളുടെ ഒരു ശ്രദ്ധ ഒരു പ്രത്യേക ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള സാമൂഹ്യ അനീതികൾക്കെതിരെയുള്ള ജനങ്ങളുടെ ഒരു വികാരം അത് മറച്ചു വെക്കപ്പെടുന്നു. അത് തന്നെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇരു മുന്നണികൾക്കും അല്ലെങ്കിൽ ഈ പാരമ്പര്യമായ പല ഈ ഇടത് വലത് മുന്നണികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ജനങ്ങളെ തടയിടുന്നു. അത് ശരിക്കും കേരളത്തിലെ വോട്ടർമാർ നേരിടുന്ന ഒരു അപജയം തന്നെയല്ലേ? നേരിട്ടിരുന്ന ഒരു അപജയമാണ്. പക്ഷെ ഇനിയിപ്പോ അങ്ങനെ വരും എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. കാരണം അത്തരം ഓരോ പ്രചാരണങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് ഒരുമാതിരി ബോധ്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പൊ നിങ്ങൾ അടുത്ത കാലത്ത് കണ്ടായിരിക്കും ഒരു ഈ ഗവർണറും മുഖ്യമന്ത്രിയായിട്ടുള്ള അഭിപ്രായ ഭിന്നത ഉണ്ടായപ്പോ ഒരു 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 കാരിക്കേച്ചർ പോലെ ഞാൻ ഗവർണർക്കെതിരെ ഒരു കേസ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അത് ജനങ്ങൾക്ക് ഇന്നിപ്പോ അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധ്യമുണ്ട്. പക്ഷെ എന്ന് വെച്ച് അതിനെ ഓവർകം ചെയ്യല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പൊ നമ്മൾ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിന് PT തോമസിന് കിട്ടിയേക്കാൾ വോട്ട് കിട്ടിയത് ഉമാ തോമസിന്റെ കോൺഗ്രസ്സുകാരുടെ കഴിവുകൊണ്ടല്ല, ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലൊരു വികാരമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെ ശരിയായ രീതിയിൽ സ്വീകരിച്ചെടുക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തെക്കുറിച്ചൊക്കെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. പല കോൺഗ്രസ് നേതാക്കന്മാരും എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം കോൺഗ്രസ്സിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും ജനങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഈ 2020 എന്നൊക്കെ സൂചിപ്പിച്ചത് കാര്യം നല്ല ഒരു ഓൾട്ടർനേറ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കേരളത്തിൽ വലിയ ജനപിന്തുണയില്ല. ഇപ്പം കിഴക്കമ്പല പ്രദേശത്തിന് അപ്പുറത്തേക്കൊന്നും അതിന് വലിയ ജനപിന്തുണയില്ല. അതുപോലെ ഒരു ഡൽഹിയിലെ ഒരു എലൈറ്റ് ക്ലാസിന്റെ മുമ്പിൽ ആം ആദ്മി വളർന്നതുപോലെ 2020 വളരുമെന്ന് വിശ്വസിക്കാനും ന്യായമില്ല. ഇവിടെ ഒരു പൊതുവായ ഒരു കളിച്ചാണ്. ഇപ്പൊ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആനുകൂല്യങ്ങളെല്ലാം അവരുടെ ആൾക്കാർക്ക് കൊടുത്ത് അവരുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ആ വോട്ട് ബാങ്ക് കൊണ്ട് അവർക്ക് ജയിക്കാൻ പറ്റത്തില്ല. അവർക്ക് ജയിക്കാൻ പറ്റണമെങ്കിൽ വോട്ടിനെ എന്നും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിന്റെ അതൃപ്തിയാണ് തെരഞ്ഞെടുപ്പിൽ എല്ലാത്തോടെയും വരുന്നത്. കാരണം ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഒരു 35% ഏതാണ്ട് ഈ തുല്യ വോട്ടുണ്ട്. UDF-നായിരുന്നു കൂടുതൽ. പക്ഷെ UDF-ന്റെ കൂടുതലുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പാർലമെന്റിൽ ഇപ്പം പിണറായി വിജയൻ ജയിച്ചാലും സതീശൻ ജയിച്ചാലും ഡൽഹി ചെല്ലുമ്പോൾ ഇന്ത്യക്കാണ് വോട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ പേരിൽ വോട്ട് ചെയ്യുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് വോട്ട് ചെയ്യാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു കാര്യമുണ്ട്. അങ്ങ് സൂചിപ്പിച്ച ഈ നിഷ്പക്ഷ വോട്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഈ കേരളത്തിന്റെ ഒരു കുടിയേറ്റത്തിന്റെ അല്ലെങ്കിൽ വിദേശ നാടുകളിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഒക്കെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ ഈ നിഷ്പക്ഷ വോട്ടർമാരുടെ ഒരു വോട്ടിംഗ് പവർ അത് എത്രത്തോളം ഉണ്ടെന്നുള്ള ആശങ്ക. ഇപ്പം നമ്മൾ കുടിയേറ്റത്തിന്റെ കണക്ക് പ്രത്യേകിച്ചും ഇന്നലെ നിയമസഭയിൽ വളരെ കൃത്യമായിട്ട് വളരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ധനമന്ത്രി പറഞ്ഞൊരു സംഭവമുണ്ട്. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ പാർലമെന്റ് ഡീലിമിറ്റ് ചെയ്താൽ നമുക്ക് 12 മണ്ഡലം ഉണ്ടാവുള്ളൂ. 8 മണ്ഡലം. മുഖ്യമന്ത്രി ഇപ്പോഴും ഇതെല്ലാം ഒരു തമാശയായിട്ട് അത് ബ്രെയിൻ ഡ്രെയിനിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാണ്ടിരിക്കുന്നത്. അത് വളരെ ഭീകരമായിരുന്നു. അത് നമ്മൾ ഈ വോട്ടിംഗ് പാറ്റേണിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ മാത്രമായിട്ട് കരുതണ്ട. ബ്രെയിൻ ഡ്രെയിൻ എല്ലാ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. പക്ഷേ ക്രൈസ്തവ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഭീകരമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ക്രൈസ്തവ വോട്ടർമാരുടെ ഇടയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ചോർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ക്രൈസ്തവ സഭയെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, ഒരു സാധാരണ ഗ്രാമപ്രദേശത്തൊരു ഇടവകയിൽ പോലും 8ഉം 10ഉം വീടുകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ക്രൈസ്തവ സമൂഹം മാറിയിട്ടുണ്ട്. അത് വോട്ടിങ്ങിനെ ബാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ എങ്കിൽ പോലും ക്രൈസ്തവർ ഇപ്പോഴും ഒരു 14% എങ്കിലും കേരളത്തിലുണ്ട്. ആ 14% അവരുടേതായ ചില കാഴ്ചപ്പാടുകളുണ്ട്. അതിപ്പോ ഇടതുമുന്നണി ആയാലും വലതുമുന്നണി ആയാലും ഒരു മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ഒരു സങ്കടം ന്യായമായ കാരണങ്ങൾ സഹിതം അവരുടെ മനസ്സിലുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. കാരണം സംസാരിക്കുന്നിടത്ത് ഇത് പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ, വോട്ട് ചെയ്യുമ്പോൾ അതുപോലെ ചെയ്യുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം
സ്ഥാനാർത്ഥിയോടുള്ള വ്യക്തിബന്ധം, പിന്നെ ആ മത്സരിക്കുന്ന പാർട്ടിയോടുള്ള ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ അവരെ സ്വാധീനിച്ചേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയ്ക്ക്, അതായത് പ്രതിപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പുള്ള അവരുടെ, അതുപോലെ തന്നെ NSSലും ഉണ്ട് ആ ഒരു ചിന്ത. അതിന്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ അവരൊക്കെ ഒരു RSS വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ BJP എതിരായിട്ട് കോൺഗ്രസിന്റെ കൂടെ വന്നതാണ്. ഇത്തവണ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലൊക്കെ കോൺഗ്രസ് എടുത്ത നിലപാട് വളരെ മോശമായിപ്പോയി. അവർക്ക് ഹിന്ദുക്കൾക്ക്, അത് വിശ്വാസമുള്ളവരെ സംബന്ധിച്ച് രാമക്ഷേത്രം അവരുടെ ഒരു പ്രതീകമാണ്. അപ്പൊ അത് BJP മുതലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതിനകത്ത് തരൂരൊക്കെ എടുത്തൊരു നിലപാടായിരുന്നു കോൺഗ്രസ് എടുക്കേണ്ടിയിരുന്നത്. അത് BJP പരിപാടിയാക്കി മാറ്റുന്നുണ്ടെങ്കിൽ രാമനെ അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ കോൺഗ്രസിന് വീഴ്ച വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നു പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പം ക്രൈസ്തവരുടെ വോട്ടിനകത്ത് വരാൻ പോകുന്ന ഒരു ചോർച്ച, അതുപോലെ NSSന്റെ വോട്ടിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു ചോർച്ച, ഇതൊക്കെ കോൺഗ്രസ് കാണണം. ഇതിന്റെയൊക്കെ ഒരു പ്രയോജനം കിട്ടാൻ പോകുന്ന ഒരു നല്ല പങ്ക് ഇടതുപക്ഷ മുന്നണിക്കായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അപകടകരമായ അവസ്ഥ. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഇനി കോൺഗ്രസ് ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാൽ വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പം UDF വന്നിരിക്കുന്നത്. കാരണം BJP എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് ഇവിടെ ചിന്തിക്കാൻ പറ്റത്തില്ല. എത്ര വോട്ട് ചെയ്താലും അവർക്ക് ഭരണം പിടിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് തൃക്കാക്കരെ ആവർത്തിക്കും. പക്ഷെ അത് കോൺഗ്രസിന്റെ ഒരു കഴിവുമല്ല. ജനങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടി കഴിയാണ്. എത്ര ലാഘവത്തോടെയാണ് സംസാരിക്കുന്നത്. കേന്ദ്രം തന്ന പെൻഷൻ തരാം, ഇവരെന്തിനാ ഇവർ 2500 രൂപ പെൻഷൻ ആക്കാന്ന് പറഞ്ഞാൽ കേന്ദ്രം തന്ന തരാമെന്നും പറഞ്ഞാണോ നമ്മളോട് പ്രകടന പത്രിക പറഞ്ഞത്? ഇപ്പൊ 2500 കൊടുത്തില്ല, ഇപ്പൊ 1600 ആണെങ്കിലും കൊടുക്കാൻ സാധിക്കുമെന്ന് എത്ര കാലം സാധിക്കും? ഇപ്പൊ 5 മാസം കുടിശ്ശികയുണ്ട്. ഇപ്പൊ ഈ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കാശ് കൂടെ കൊടുക്കുമായിരിക്കും. പിന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഇവർ 2500 എന്നൊക്കെ പ്രഖ്യാപിച്ചു വേണമെങ്കിൽ 1 മാസം കൊടുക്കുകയും ചെയ്യുമായിരിക്കും. അതൊന്നും നമുക്ക് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങൾ കബളിപ്പിക്കപ്പെടും അല്ലെങ്കിൽ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് കരുതാനിരിക്കില്ല. ജനങ്ങളുടെ ഇടയിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷെ അത് ടാപ്പ് ചെയ്യാവുന്ന പോലെ കോൺഗ്രസ് സജ്ജമായിട്ടില്ല, ടാപ്പ് ചെയ്യാവുന്ന പോലെ BJP സജ്ജമായിട്ടില്ല. BJPയെ സംബന്ധിച്ച് BJP ഇപ്പൊ ഈ ചെറിയ പാർട്ടികളെ ലയിപ്പിച്ചെടുക്കുന്നത് ബുദ്ധിയല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ താമരയ്ക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ക്രിസ്ത്യാനികളുടെ വോട്ട് പിടിക്കണമെങ്കിൽ മറ്റു ചിഹ്നങ്ങളിൽ മത്സരിക്കുന്ന BJPക്ക് പിന്തുണ കൊടുക്കുക, NDAക്ക് പിന്തുണ കൊടുക്കുന്ന പാർട്ടികളാരും നല്ലത്. ഈ കേരള കോൺഗ്രസിനെയൊക്കെ കൂട്ടി നിർവഹിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മുന്നണി ഭരണം വന്ന് ഇപ്പൊ ഏകകക്ഷി ഭരണത്തിനുള്ള ഒരു തുരുപ്പിച്ചിട്ടായി മുന്നണി മാറിയിരിക്കുകയാണ്. ഇപ്പം വാസ്തവത്തിലൊന്നും ചെയ്തു, കേരളത്തിൽ ഏകകക്ഷി CPM തീരുമാനിക്കുന്നല്ലേ ഇവിടെ നടക്കുള്ളൂ, അല്ലാതെ വല്ലതും നടക്കുള്ളൂ. ഇപ്പൊ കോൺഗ്രസ് വന്നാൽ പക്ഷേ ലീഗ് ഉള്ളതുകൊണ്ട് പക്ഷേ ലീഗ് കൂടെ തീരുമാനിക്കുന്ന നടക്കുമായിരിക്കും. ബാക്കിയുള്ള ഘടകകക്ഷികൾക്കൊക്കെ എന്ത് പ്രസക്തിയാണുള്ളത്? അവരുടെ കൂടെ നിന്ന് ആരാ ഒരു അഭിപ്രായം പറയാനുള്ളത്? നമ്മൾ കേരളത്തിൽ സമീപകാലത്ത് നടന്ന സംഭവ വികാസങ്ങളൊക്കെ നോക്കി. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ, CPIയിലെ കാനൻ രാജേന്ദ്രൻ, ഇപ്പം ബിനോയ് വിശ്വൻ ചില അഭിപ്രായം പറയായിരിക്കും. അതിൽ കടന്നിട്ടുള്ള കേരള കോൺഗ്രസ്, ജനതാദൾ 2, 3, പിന്നെ ഇവരാരെങ്കിലും മുല്ലപ്പള്ളി കടന്നപ്പള്ളി, പിന്നെ നമ്മുടെ ഗണേശൻ, ഇവർക്കൊന്നും ഇതിനകത്തൊന്നും, ആന്റണി രാജു, ഇവർക്കൊന്നും ഒരു പൊതുവായ പ്രശ്നങ്ങൾ, ഒരു അഭിപ്രായം പോലും ഇല്ല. ഗണേഷ് കുമാറിന്റെ വിഷയത്തിൽ നാം കണ്ടതാണ്. പ്രത്യേകിച്ച് അതെ, ഒരു ഘടകകക്ഷിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ മുന്നണി ഭരണത്തിലൂടെ ഒരു ഏകകക്ഷി ഭരണത്തിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ്. ഇടത് മുന്നണിയിൽ അത്രയുണ്ടെങ്കിലും ഞാൻ വേറൊരു ദയനീയ സംഭവം കൂടെ പറയാം. ഒരു മുന്നണി ഭരണത്തിൽ ഘടകകക്ഷികളെല്ലാം ഈക്വൽസ് ആണെന്നാണ് കരുതുന്നത്. മുന്നണി നടപ്പാക്കുന്നത് ഒരു മുന്നണിയുടെ നയമാണ്. പക്ഷെ ഒരു മുന്നണിയുടെ ഘടകകക്ഷി മുഖ്യമന്ത്രി കൊണ്ട് നിവേദനം കൊടുക്കുക കേരളത്തിൽ. ആ ഒരു ഘടകകക്ഷി അവർ പിന്നെ ഈ അവരുടെ മുന്നണി യോഗത്തിൽ പറഞ്ഞ് നടപടി എടുപ്പിക്കല്ലേ വേണ്ടത്. അതിന് പകരം നിവേദനം കൊടുത്ത് എന്റെ ഫോട്ടോ എടുത്ത് പത്രത്തിലിടുക. എത്ര ദയനീയമാണ് ഘടകകക്ഷികൾക്ക് അവരെ കുറിച്ച് തന്നെ വന്നിരിക്കുന്ന ഒരു ആത്മബോധം, സ്വത്വബോധം എന്നൊക്കെ ഉള്ളത്. ഒരു പഴയ പത്രക്കാരൻ, ഈ പല മുന്നണികളും കണ്ടിട്ടുള്ള ഒരാൾ എന്നുള്ളത് എന്നെ ലജ്ജിപ്പിക്കുന്നോ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തുന്നോ ഒക്കെ പറയാം. അതാണ് ഇപ്പോഴത്തെ കേരളത്തിൽ. പക്ഷെ മാറ്റം വന്നിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്യാനുള്ള ഒരു സോഴ്സ്, ഒരു ശക്തി പ്രതിപക്ഷത്തെ 2 പാർട്ടികൾക്കും ഇപ്പൊ ഇല്ല എന്ന് കരുതാണ്. പക്ഷെ എങ്കിൽ പോലും ജനങ്ങൾ ഈ ഇടതുമുന്നണിക്കെതിരെ അതിനെതിരെ വോട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഭയങ്കര ദുരന്തമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നും തീർച്ചയാണ്.